അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ്. പോത്തുണ്ടി ഡാമിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് വലിയ ആൾക്ക് 20ഉം കുഞ്ഞു പിള്ളേർക്ക് 10ഉമാണ്. അങ്ങനെ ഞങ്ങൾ 4 വലിയ ആളും ഒരു മോനും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 90 രൂപയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നല്ല രസമായിരുന്നു, നല്ല ഭംഗിയാണ്. കണ്ടോ 90 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കയറുമ്പോൾ നല്ല രസമാണ്. ഇവിടെ ഗാർഡൻ പോലെയാണ് ഫസ്റ്റ് നമുക്ക് കയറുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു സ്കൾപ്ചർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അമ്മച്ചിയും അപ്പൂപ്പനൊക്കെ നിൽക്കുന്നത്. മോനാണെങ്കിൽ ഇങ്ങനെ പോയി അവരോട് ഇങ്ങനെ സംസാരിക്കുന്നതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അവരുടെ നമ്മൾ നോക്കി നിൽക്കുന്ന ആ ഒരു ഫീലായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ പോയി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി തണൽ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നിൽക്കാനായാലും റെസ്റ്റ് എടുക്കാനായാലും വെയിലില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തണൽമരം തന്നെ വേണമെന്നില്ല, കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ്. പിന്നെ ഇവിടെ അഡ്വഞ്ചർ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനങ്ങനെ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. എനിക്കൊന്ന് വേറെ ഏതെങ്കിലും ഭാഗത്തോട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അഡ്വഞ്ചറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ പ്രതിമകളുണ്ട്, നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ. അതേ കണ്ടോ, അത് കണ്ടിട്ട് മോൻ പറയുന്നു യേശുവിൻ്റെ അമ്മ മടിയിൽ യേശുവിനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവനത് മറ്റേ മറിയയും കുഞ്ഞുമുള്ള ഇത് കണ്ടിട്ടുണ്ടല്ലോ പ്രതിമ, അതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് കേട്ടോ. പിന്നെ ഈ മരത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ സൗകര്യം വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അഴുക്കായതുകൊണ്ട് ഞങ്ങൾ ഇരുന്നില്ല. പിന്നെ ഇത് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ഥലം വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ കുറച്ച് സ്പേസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. പക്ഷെ ഇനിയും നടക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് പോയിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ബാക്കി ഡാം കണ്ടിട്ട് ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് ദൂരേ പോയുള്ളൂ ഫോട്ടോ എടുക്കാനായിട്ട്. ഫോട്ടോ എടുക്കാൻ കുറച്ച് ദൂരം പോയിട്ട് ഞങ്ങൾ ഡാം കാണാൻ വേണ്ടി മുകളിലേക്ക് കയറാണ്. അത്യാവശ്യം കുത്തനെയുള്ള സ്റ്റെപ്പുകളായിരുന്നു. അപ്പോൾ മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി പാടാണ് കയറാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല, കയറി. എൻ്റെ കൂടെ മമ്മിയും വരുന്നുണ്ടായിരുന്നു. പപ്പ കയറി കണ്ടില്ല കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരാണ് കയറിയത്. കുറേ ദൂരം ഇങ്ങനെ നടന്ന് കയറി. പിന്നെ ഞാൻ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ഇതിനടുത്താണ് നെല്ലിയാമ്പതി. എനിക്ക് തോന്നുന്നു 30 കിലോമീറ്റർ 22 കിലോമീറ്റർ തന്നെയുണ്ട്. പക്ഷെ ഞങ്ങൾ നെല്ലിയാമ്പതിയിലോട്ട് പോയില്ല, ദൂരം ഉള്ളത് കൊണ്ട് തന്നെ പോവാത്തത്. പിന്നെ ഇത് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോഴേക്കും ആ ഒരു ഗാർഡനും പാർക്കും ഒക്കെ കാണാൻ പറ്റും. പാർക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ ഈ മുകളിൽ നിന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ. ഇത് ഡാമിൽ അത്യാവശ്യം വെള്ളമുണ്ട്, വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ട് വേനലായതുകൊണ്ട് തന്നെ. പക്ഷെ എന്നാലും വെള്ളമുണ്ട്. ഞാൻ ഇടയ്ക്ക് മൂന്നാർ പോയപ്പോൾ ഏതോ ഒരു ഡാമുണ്ട്, അതിനകത്താണെങ്കിൽ വെള്ളം ശോകമായിരുന്നു. ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനകത്ത് കുഴപ്പമില്ലാത്ത വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മലനിരകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു, നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് താഴെ നോക്കിയപ്പോൾ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കണ്ടോ. ഇവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും ഇവിടെ പാർക്കുണ്ട് എന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. പിന്നെ ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് അത് രണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല, കാര്യം വൈകിട്ട് തിരിച്ച് കൊല്ലങ്കോട് പോകണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ
കുടിലിടമൊക്കെ അല്ലേ. പക്ഷെ ലേറ്റായിപ്പോയി, എന്നാലും പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞങ്ങളിവിടുത്തെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നിട്ട് അവന് കുറച്ച് നേരം പാർക്കിൽ കയറി. മോനാണെങ്കിലും പക്ഷെ നല്ല രസമായിരുന്നു ഇവിടുന്ന് ഫോട്ടോ എടുക്കാനായാലും ഇവിടുന്ന് ഇങ്ങനെ നടക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാനായാലും സൂപ്പറായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ആയിരുന്നു ഇവിടെ. പിന്നെ നമുക്കാണെങ്കിൽ ഇങ്ങനെ കുറേ നേരം ഇരുന്നിങ്ങനെ റെസ്റ്റ് എടുക്കാനായാലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ മോനിതേ കയറി കുറച്ച് നേരം ഇവിടെ നിന്ന് കളിച്ചു. പിന്നെ എന്തൊക്കെയോ ഇതിനകത്ത് പാർക്കിൽ എന്തൊക്കെയോ അവൻ കയറി. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ബസ് വന്ന് കിടപ്പുണ്ട്, പോവാം എന്ന് പറഞ്ഞിട്ട്. കാര്യം ഇന്ന് നമുക്ക് നെന്മാറ പോയിട്ട് അവിടുത്തെ വേണം വീണ്ടും കൊല്ലംകോട് ബസ്സിൽ പോകാനായിട്ട്. കണ്ടോ, അഡ്വഞ്ചറായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാനുള്ളവർക്ക്, അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവൻ്റെ ഇതിലൊക്കെ മാത്രം തന്നെയാണ് കയറിയത്. അത് കഴിഞ്ഞിട്ട് പോകാൻ സമയമായെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ.